എവരിവൺ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ക്രോഷ്യ യൂസ് ചെയ്ത് ഞാൻ ചെയ്ത ഒരു പൗച്ച് അല്ലെങ്കിൽ ഒരു വാളറ്റാണ്. ഇതിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നതെല്ലാം ബേസിക് സ്റ്റിച്ചുകൾ മാത്രമാണ്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവർ കാണുക. ഇതിൽ ഞാൻ യൂസ് ചെയ്ത യാൺ കോട്ടൺ പ്ലസ് അക്രിലിക് ബ്ലെൻഡഡ് യാണും 4mm ക്രോഷ്യ ഹുക്കുമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മളൊരു സ്ലിപ്പ് നോട്ട് ഇടുവാണ്. അതിലേക്ക് നമ്മളൊരു 20 ചെയിൻ സ്റ്റിച്ചസ് ആണ് ഇതിന് ബേസായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്ലിപ്പ് നോട്ട് ഇട്ടതിന് ശേഷം ഒരു 20 ചെയിൻ സ്റ്റിച്ച് ബേസായിട്ട് കൊടുക്കുക. എന്നിട്ടാണ് നമ്മൾ അതിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു 20 ചെയിൻ സ്റ്റിച്ചിൻ്റെ അത്രയും ഉള്ളൊരു ലെങ്ത്തിലായിരിക്കും നിങ്ങൾക്ക് ഈ പൗച്ച് കിട്ടുന്നത്. ഇനി നമുക്ക് ചെയിൻ സ്റ്റിച്ചിലേക്ക് ഒരു എക്സ്ട്രാ 1 ചെയിൻ സ്റ്റിച്ചും കൂടെ ആഡ് ചെയ്യുവാണ്. 21 ആണ് അപ്പോൾ ടോട്ടൽ വരുന്നത്. ആ ലാസ്റ്റ് വരുന്ന സ്റ്റിച്ച് നമ്മൾ വർക്ക് ചെയ്യില്ല, അത് സ്കിപ്പ് ചെയ്യുന്ന സ്റ്റിച്ചാണ്. ഇനി നമുക്ക് അത് കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റിച്ചിലേക്ക് വേണം നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങാൻ. അതിലേക്ക് നോർമലായിട്ടുള്ള സിംഗിൾ ക്രോഷ്യോ ചെയ്ത് കൊടുക്കുക. സിംഗിൾ ക്രോഷ്യോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇൻസേർട്ട്, യാൺ ഓവർ, വീണ്ടും യാൺ ഓവർ ടു 2 ലൂപ്സ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ ആ 20 സ്റ്റിച്ചിലൂടെയും കംപ്ലീറ്റ് ആയിട്ട് സിംഗിൾ ക്രോഷ്യോ കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് സ്റ്റിച്ചുകളെല്ലാം വരുന്നത്. നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക, 20 സ്റ്റിച്ചും കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് സിംഗിൾ ക്രോഷ്യോ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് എപ്പോഴും കൺഫേം ചെയ്യുക. എന്നിട്ട് മാത്രം നിങ്ങൾ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാവൂ. കാരണം ബേസിൽ തന്നെ ആ സ്റ്റിച്ചുകളുടെ കൗണ്ടിന് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോഡക്റ്റ് അത്രയും നീറ്റായിട്ട് വരില്ല. അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും കൗണ്ട് ചെയ്യുക. കൗണ്ട് ചെയ്ത് 20 സിംഗിൾ ക്രോഷ്യോ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാലൻസ് ചെയ്തു പോകാവുന്നതാണ്. ഇനി മുകളിലേക്ക് നമ്മൾ ചെയ്യുമ്പോഴും ഫസ്റ്റ് നമ്മൾ എക്സ്ട്രാ ഒരു സ്കിപ്പിംഗ് ചെയിനായിട്ട് 1 ചെയിൻ ഇട്ടത് കൊണ്ട് തന്നെ ഇനി മുകളിലേക്ക് പോകുമ്പോഴും നമ്മൾ ഒരു ചെയിൻ 1 ചെയ്യുക. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യുക. എന്നിട്ട് ആ ഫസ്റ്റത്തെ ചെയിൻ നിങ്ങൾ യൂസ് ചെയ്യരുത്. സെക്കൻഡ് ചെയിനിൽ ആ വി സ്റ്റിച്ചിലൂടെ തന്നെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യണം. അത് നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. വി സ്റ്റിച്ചിലൂടെ തന്നെ മുകളിലേക്ക് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് പോവുക, സിംഗിൾ ക്രോഷ്യ തന്നെ. ആ എൻറ്റയർ റോ, അതായത് 20 സ്റ്റിച്ചസിലൂടെ തന്നെ വീണ്ടും നിങ്ങളൊരു സിംഗിൾ ക്രോഷ്യ വെച്ച് ചെയ്യുക. ആ റോ ഫുള്ള് നമ്മൾ സിംഗിൾ ക്രോഷ്യ വെച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റോ നമ്പർ 2 വരുന്നത്. കണ്ടോ, നല്ല നീറ്റായിട്ട് തന്നെ വരുന്നുണ്ട്. നിങ്ങളുടെ സൈഡ് എഡ്ജസൊക്കെ കറക്റ്റ് ഷേപ്പിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കറക്റ്റ് കൗണ്ടാണെന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ ട്രൈ ചെയ്യുക. ഓരോ റോ നിങ്ങൾ മുകളിലേക്ക് ചെയ്യുന്തോറും ബേസിൽ എത്ര കൗണ്ടാണോ അത് മെയിൻറ്റെയിൻ ചെയ്ത് വേണം പോകാൻ. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു 9 സ്റ്റിച്ചസ് ആദ്യം കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ 9 സ്റ്റിച്ചസ് ചെയ്യുമ്പോൾ എൻ്റെ ആ ഒരു പ്രോജക്റ്റ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളും ഇതേപോലെ തന്നെ മാക്സിമം ഒരു ഗ്യാപ്പൊന്നും വരാത്ത രീതിയിൽ, ഓവർ ടൈറ്റും അല്ല ലൂസും അല്ലാത്ത രീതിയിൽ ആ ഒരു ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ സ്റ്റിച്ചുകളെല്ലാം ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഒരു 9 റോ വരുമ്പോഴുള്ള ലുക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരു 15 വരെയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു 15 റോ കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ കിട്ടുന്നത്. ഇനി നമുക്ക് ടോട്ടലി വേണ്ടത് ഒരു 28 റോസ് ആണ്. അപ്പോൾ ഇതേ സെയിം പ്രോസസ്സ് തന്നെ നിങ്ങളൊരു 28 റോസ് അതേപോലെ തന്നെ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. റോ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ പ്രോഡക്റ്റ് ഇങ്ങനെയാണ് വരുന്നത്. കണ്ടോ, നല്ല നീറ്റായിട്ട് തന്നെ ഒരേപോലെ 2 സൈഡും നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ഒരേപോലെ തന്നെ സ്റ്റിച്ചസ് ഉണ്ടാവും. അങ്ങനെയാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് യൂസ് ചെയ്ത് നമുക്ക് ഈ ഒരു പൗച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്ത ഈ 28 റോയുടെ അവിടെ വെച്ചാണ് നമ്മളത് ഫോൾഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെപ്പോഴും നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ടൂൾ ഉള്ളത് വളരെ നല്ലതാണ്. ഇത് ബിഗിനേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന് നമ്മൾ സ്റ്റിച്ച് മാർക്കർ എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ മാർക്കിങ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ടൂളാണ്. അപ്പോൾ നമ്മളിത് ആ ഫോൾഡ് ചെയ്ത ഭാഗത്ത് നിങ്ങളുടെ സ്റ്റിച്ച് മാർക്കർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. നമ്മൾ എവിടെയാണ് ഫോൾഡിങ് വരുന്നത് എന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് അത് സ്റ്റിച്ച് മാർക്ക് ചെയ്ത് വെക്കുന്നത്. 2 സൈഡിലും നമ്മൾ സ്റ്റിച്ച് മാർക്ക് ചെയ്ത് എപ്പോഴും സെക്യൂറായിട്ട് വെക്കുക. ഇനി നമ്മൾ ബാലൻസ് സ്റ്റിച്ച് ചെയ്യുന്നത് മുകളിലേക്കാണ്.
അപ്പോൾ നമ്മൾ എവിടെയാണോ എൻഡ് ചെയ്തത് അവിടെ വെച്ച് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ. നമുക്കൊരു 4 റോവും കൂടെ എക്സ്ട്രാ സ്റ്റിച്ച് ചെയ്യാം. ഇതേ സെയിം പ്രോസസ്സ് തന്നെ 4 റോവും കൂടെ ആയിട്ട് എക്സ്ട്രാ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാം. നാല് റോ കഴിയുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി 4ാമത്തെ റോ കഴിഞ്ഞതിന് ശേഷം നമ്മൾ 5th റോയിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. 5th റോയിൽ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു 9 ചെയിനിൽ മാത്രം നിങ്ങൾ സിംഗിൾ ക്രോഷോ ചെയ്യുക. കാരണം ടോട്ടൽ നമ്മളൊരു 20 ചെയിനാണ് നമ്മളുടെ ബേസായിട്ട് വെച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നടുക്ക് ആ ഒരു ബട്ടൺ പ്ലേസ് ചെയ്യാനുള്ളൊരു ഹോൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരു 2 ചെയിൻസ് നമ്മൾ സ്കിപ്പ് ചെയ്യുവാണ്. അപ്പോൾ ബാലൻസ് ഉള്ള 18 ചെയിന് അത് ഹാഫ് ആക്കുമ്പോൾ ടോട്ടൽ നമുക്ക് ഒരു സൈഡിൽ 9 ചെയിൻ വെച്ച് വരും. അങ്ങനെ 9 ചെയിനിൽ നിങ്ങൾ സിംഗിൾ ക്രോഷോ ചെയ്യുക. ഇപ്പോൾ നമ്മൾ 1 സൈഡിലുള്ള 9 ചെയിൻസിലും നമ്മൾ സിംഗിൾ ക്രോഷോ ചെയ്തു. ഇനി നമ്മൾ ആ ബട്ടൺ ഹോളാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ചെയിൻ നമ്മൾ നോർമൽ ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. 2 നോർമൽ ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അതേപോലെ തന്നെ നിങ്ങൾ താഴെയും 2 ചെയിൻ ലീവ് ചെയ്യുക. 2 ചെയിൻ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യരുത്. അത് കഴിഞ്ഞിട്ടുള്ള 3ാമത്തെ ചെയിനിൽ മാത്രമായിരിക്കണം നിങ്ങളിനി സ്റ്റിച്ച് ചെയ്യേണ്ടത്. മുകളിൽ നമ്മൾ 2 ചെയിൻ അഡീഷണലി ചെയ്തതുപോലെ തന്നെ താഴെ നിങ്ങൾ 2 ചെയിൻ സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് ബാലൻസ് ഉള്ള ആ 9 ചെയിനിലൂടെയും സിംഗിൾ ക്രോഷ്യ തന്നെ ചെയ്യുക. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ടോട്ടൽ നമ്മളുടെ ആ ഒരു റോയിൽ വരുമ്പോൾ നമ്മൾ 18 സിംഗിൾ ക്രോഷ്യയും 2 സ്കിപ്പിംഗ് ചെയിനുമാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു പ്രാവശ്യവും കൂടി സിംഗിൾ ക്രോഷ്യ ഫുൾ സ്റ്റിച്ചിലൂടെയും ചെയ്യാം. എല്ലാ 20 സ്റ്റിച്ചസിലൂടെയും ചെയ്യാം. നമ്മൾ സ്കിപ്പ് ചെയ്ത ആ ചെയിനിലൂടെ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വി സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഏതെങ്കിലും ഒരു ത്രെഡിലൂടെ ഇൻസേർട്ട് ചെയ്തിട്ട് സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അങ്ങനെ 2 സ്റ്റിച്ചിനും ആ സെയിം പ്രോസസ്സ് തന്നെ യൂസ് ചെയ്യുക. ബാലൻസ് എല്ലാം സിംഗിൾ ക്രോഷ്യ വെച്ച് അത് കംപ്ലീറ്റ് ചെയ്യുക. അയൺ പോർഷനിലെ ത്രെഡ് നിങ്ങളൊന്ന് നീട്ടി കുറച്ച് ഒരു ലെങ്ത്തിലെടുത്തിട്ട് കട്ട് ചെയ്ത് കളയുക. ആ എക്സ്ട്രാ വരുന്ന ത്രെഡുകളെല്ലാം നമ്മൾ ഇതിൻ്റെ ഇടയിൽ തന്നെ നീഡിൽ യൂസ് ചെയ്ത് ഹൈഡ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് സൈഡുകൾ എല്ലാം സ്റ്റിച്ച് ചെയ്ത് കവർ ചെയ്യുന്നത് നോക്കാം. സൈഡിലും ഞാൻ ചെയ്യുന്നത് സിംഗിൾ ക്രോഷ്യ തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഈ സൈഡ് ചെയ്യാം. ഫസ്റ്റ് തന്നെ നിങ്ങൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. വേറെ ബാലൻസ് ത്രെഡ് യൂസ് ചെയ്ത് നമ്മളൊരു സ്ലിപ്പ് നോട്ട് ക്രിയേറ്റ് ചെയ്യുക. അത് ആ ഹുക്കിലൂടെ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ആ സ്ലിപ്പ് നോട്ട് ഹുക്കിലൂടെ തന്നെ ആ ഒരു ഇതിൽ നിന്ന് പുറത്തേക്ക് എടുക്കുക. ഇതിൽ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്, നിങ്ങളൊന്നും കൂടെ ശ്രദ്ധിച്ച് നോക്കുക. അതിന് ശേഷം ഒന്ന് ചെയിൻ 1 ചെയ്യുക. ഇനി ആ സൈഡുകളെല്ലാം ക്ലോസ് ആയിട്ട് തന്നെ അത്യാവശ്യം നീറ്റായിട്ട് സിംഗിൾ ക്രോഷ്യ ചെയ്ത് പോവുക. നമ്മുടെ ആ പൗച്ചിന് എവിടെ വരെയാണോ സ്റ്റിച്ച് ചെയ്യേണ്ടത് അവിടെ വരെയും സിംഗിൾ ക്രോഷ്യ യൂസ് ചെയ്ത് മടക്കിയ 2 ഭാഗങ്ങളും കൂടെ ഒപ്പം വെച്ച് വേണം നിങ്ങൾ ചെയ്യാൻ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഞാനിതിൽ നീറ്റായിട്ട് കാണിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. അങ്ങനെ നമ്മൾ അതിൻ്റെ എൻഡ് പോർഷനിലെത്തി ആ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. എന്നിട്ട് അവിടെയും കൂടെ സിംഗിൾ ക്രോഷ്യ ചെയ്യുക. സിംഗിൾ ക്രോഷ്യ ലാസ്റ്റ് എൻഡിലേക്ക് എത്തുമ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ആ പൗച്ചിൻ്റെ ഷേപ്പിലേക്കൊക്കെ വന്നോ, നമ്മുടെ അറ്റം വരെയും സ്റ്റിച്ചുകൾ കംപ്ലീറ്റ് ആയിട്ട് എത്തിയോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ടാണ് നമ്മൾ അപ്പുറത്തെ സൈഡും കൂടെ ചെയ്യുന്നത്. ഇനി അടുത്ത സൈഡ് നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, മടക്കി ആ ഭാഗത്ത് നിന്ന് തുടങ്ങരുത്. നമ്മളെവിടെയാണോ സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്തത് ആ ഭാഗത്ത് നിന്ന് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുക. നേരത്തെ പോലെ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഒരു സ്ലിപ്പ് നോട്ട് കൊണ്ട് ത്രെഡ് അതിൽ നിന്ന് വലിച്ചെടുക്കുക. ചെയിൻ 1 ആൻഡ് അറ്റം വരെ നമ്മൾ സിംഗിൾ ക്രോഷ്യ തന്നെയാണ് ചെയ്യുന്നത്.
ഈ നമ്മൾ എക്സ്ട്രാ ലീവ് ചെയ്യുന്ന ഈ ത്രെഡുകളെല്ലാം നമ്മൾ ഉള്ളിലേക്ക് ഹൈഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതും ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ത്രെഡുകളെല്ലാം നമ്മൾ നീറ്റായിട്ട് തന്നെ ഉള്ളിലേക്ക് ഹൈഡ് ചെയ്ത് കളയുന്നതാണ്. ഇപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾക്ക് എങ്ങനെയാണ് ഈ സൈഡിലുള്ള എക്സ്ട്രാ ത്രെഡുകളെല്ലാം ഇതിലേക്ക് ഹൈഡ് ചെയ്യാൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ത്രെഡുകളെല്ലാം ഹൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മളുടെ എൻഡ് പോർഷനിലുള്ള ത്രെഡ് ആയതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള സ്റ്റിച്ചുകളിലേക്ക് തന്നെ ഇത് ഹൈഡ് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് റാൻഡമായിട്ട് ഏത് സ്റ്റിച്ചിലൂടെയും അത് നിങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും സ്റ്റിച്ചിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കാണുന്ന രീതിയിൽ നിങ്ങൾ ഹൈഡ് ചെയ്യരുത്. ഇപ്പോൾ നമ്മൾ ഉൾഭാഗത്തായതുകൊണ്ട് തന്നെ മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന ആ സ്റ്റിച്ചുകളിലൂടെ പതുക്കെ തൊട്ടടുത്തുള്ള അറിയാത്ത രീതിയിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവുക. ഞാനിതിൽ കാണിക്കുന്നുണ്ട്, നിങ്ങൾ ക്ലിയർ ആയിട്ടൊന്ന് നോക്കുക. നിങ്ങൾക്കിഷ്ടമുള്ള ഏത് സ്റ്റിച്ചിലൂടെ വേണമെങ്കിലും നിങ്ങൾക്കിത് ഹൈഡ് ചെയ്യാൻ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ഒരുപാട് ഗ്യാപ്പുകൾ ഉള്ള സ്റ്റിച്ചുകളിലൂടെ നിങ്ങളിത് ഹൈഡ് ചെയ്യാൻ ട്രൈ ചെയ്യരുത്. കാരണം അങ്ങനെ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഹൈഡ് ചെയ്ത ത്രെഡ് ഭയങ്കരമായിട്ട് വിസിബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. തൊട്ടടുത്തടുത്തുള്ള സ്റ്റിച്ചുകളിലൂടെ ഒരുപാട് വലിക്കുകയും ചെയ്യരുത്. ഭയങ്കരമായിട്ട് നിങ്ങൾ ടൈറ്റ് ചെയ്ത് വലിച്ചു കഴിഞ്ഞാൽ ആ സ്റ്റിച്ച് നിങ്ങൾ വലിക്കും തോറും നിങ്ങളുടെ ആ ഒരു പൗച്ചിൻ്റെ ഷേപ്പ് തന്നെ ചേഞ്ച് ആവും. പൗച്ചിൽ ആഡ് ചെയ്യാനുള്ളത് ഒരു ബട്ടണാണ്. അപ്പോൾ ബട്ടൺ എങ്ങനത്തെ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് ടൈപ്പ് ഓഫ് ബട്ടൺ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് മാച്ചിങ് ആയിട്ട് തോന്നുന്ന ഒരു ബട്ടൺ ചൂസ് ചെയ്യുക. എന്നിട്ട് അത് നമ്മളുടെ ആ ഒരു കറക്റ്റ് ആ ഹോളിൽ എവിടെയാണോ വരുന്നത് ആ കറക്റ്റ് പൊസിഷനിൽ തന്നെ നിങ്ങളത് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക. നിങ്ങളിങ്ങനെ മടക്കി നോക്കുക എവിടെയാണ് അത് കറക്റ്റ് വരുന്നതെന്ന് കൗണ്ട് ചെയ്ത് നോക്കുക. നമ്മൾ ടോട്ടൽ ഒരു സൈഡിൽ നിന്ന് 9 സിംഗിൾ ക്രോഷ്യോ ആണ് ചെയ്തത്. അപ്പോൾ 9 സിംഗിൾ ക്രോഷ്യോ കഴിഞ്ഞിട്ട് 2 സ്റ്റിച്ച് നമ്മൾ സ്കിപ്പ് ചെയ്തു. അപ്പോൾ അതെവിടെയാണ് വരുന്നതെന്ന് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക. ആ സ്കിപ്പ് ചെയ്ത ഭാഗത്ത് തന്നെ നിങ്ങളിത് അറ്റാച്ച് ചെയ്യുക. ഞാനിപ്പോൾ ഒരു വൈറ്റ് യാൺ യൂസ് ചെയ്ത് തന്നെയാണ് ഇത് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കറക്റ്റ് ആ സെൻറ്റർ പോർഷനിലേക്ക് നിങ്ങൾ ഇതേപോലെ തന്നെ യാൺ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. എന്നിട്ട് നോർമൽ നമ്മളെങ്ങനെയാണോ ബട്ടൺ സ്റ്റിച്ച് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ തന്നെ ഇത് സ്റ്റിച്ച് ചെയ്ത് പോവുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫൈനലായിട്ടുള്ള പ്രോജക്റ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് പല രീതിയിലും നിങ്ങൾക്ക് ഇതേപോലെ തന്നെ വാലറ്റ്സും പൗച്ചസൊക്കെ ക്രിയേറ്റ് ആവുന്നതാണ്. അതെല്ലാം നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് പല രീതിയിൽ ഇത് ട്രൈ ചെയ്യാം. ഇത് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്ന ഒരു ബേസിക്കും ഏറ്റവും ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പൗച്ചിൻ്റെ ട്യൂട്ടോറിയലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇനിയും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ നല്ല നല്ല വീഡിയോസുമായി ഇനിയും ഞാൻ വരാം. മാക്സിമം ഇത് ഫുൾ വീഡിയോ ആയിട്ട് തന്നെ എല്ലാവരും കാണാൻ ട്രൈ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.